കുറച്ച് ചിക്കൻ എടുത്ത് അതിലേക്ക് വേണ്ട ഒരു 4-5 ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-4 അല്ലി വെളുത്തുള്ളി, ചീരാപ്പറങ്കി, കുറച്ച് കറിവേപ്പില. ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പൊടി ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ ഉപ്പ്, അരയാൻ മാത്രം ഒരു തുള്ളി വെള്ളം. നമ്മൾ മസാല അരച്ചു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്യുക. അങ്ങനെ ചിക്കനിലേക്ക് മസാല പിടിപ്പിച്ച് വെക്കുക. മസാല പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ റസ്റ്റ് വറുക്കാൻ ഒരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അത് മൂത്താൽ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മുടെ ചിക്കൻ അതിൻ്റെ മേലെ നിരത്തി കൊടുക്കും. ഇങ്ങനെ നിരത്തി മൂക്കുന്നവരെ, ഒരു സൈഡ് മൂക്കുന്നവരെ നമുക്ക് നമ്മളെ ചിക്കൻ പൊരിച്ചത് ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് ഒരു സവാളേൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഈ സവാളേൻ്റെ പകുതി ഇടുക. പിന്നെ ഇടുക, നന്നായി മിക്സ് ചെയ്ത് ഒരു പേരിന് ഒരു നുള്ളു ഉപ്പ് നന്നായി മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യും. ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈ ഇതിലേക്ക് ഇട്ടു. ചിക്കൻ ഫ്രൈ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഗരം മസാല ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല മതി. നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. 2 കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.